1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ് ഞാൻ പ്രാരംഭത്തിൽ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. സമയം അനുവദിക്കുന്ന പക്ഷം 8-9 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. സമയം അനുവദിക്കുന്നില്ല എങ്കിൽ അത് മറ്റൊരവസരം നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഈ 7-8 വാക്യങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അതൊന്ന് ധ്യാനിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ഇതിങ്ങനെ ശാന്തമായി പറയുന്നത് ധൃതിയിൽ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു രീതി ഞാൻ പലപ്പോഴും എടുക്കുന്നത്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഈ ലേഖനം എഴുതിയ യേശു കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാൻ പുതിയ നിയമത്തിൽ 4-ാമത്തെ സുവിശേഷവും ഈ ലേഖനമല്ലാതെ അടുത്ത 2 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ നാച്ചുറലായിട്ട് മരിച്ചയാള് യോഹന്നാൻ അപ്പോസ്തലനാണെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 100 വയസ്സുള്ളവനായി അദ്ദേഹം മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എഫെസോസ് സഭയുടെ ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സഭയുടെ ചുമതല വഹിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഏഷ്യ മൈനറിലുള്ള മറ്റ് സഭകളുടെയും ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ എന്നാണ് ഈ ലേഖനകർത്താവിനെ പൊതുവെ അറിയപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരുന്ന, കർത്താവിനെ സ്നേഹിച്ച, കർത്താവ് ആഴമായി സ്നേഹിച്ച ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ. ജെറോം എന്നറിയപ്പെടുന്ന ഒരു സഭാപിതാവ് പറഞ്ഞത്, ഇദ്ദേഹം വളരെ വാർദ്ധക്യമായിട്ടാണ്, ഏകദേശം 100 വയസ്സുള്ളവനായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പ്രായം വന്ന ഘട്ടത്തിൽ 2 ആളുകൾ ഇദ്ദേഹത്തെ പിടിച്ചോണ്ടായിരുന്നു സഭായോഗങ്ങളിൽ പോകുന്നത്. വളരെ പ്രായമായതുകൊണ്ട് നടക്കാനുള്ള സ്വാധീനമില്ലായിരുന്നു. അവർ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പ്രബോധനത്തിൻ്റെ സമയമാകുമ്പോൾ അദ്ദേഹത്തിന് പ്രബോധിപ്പിക്കുവാനായി അല്പസമയം കൊടുക്കും. ആളുകൾ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തും. അദ്ദേഹത്തിൻ്റെ പ്രബോധനം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഇത് കുറെ യോഗങ്ങളിൽ ആവർത്തിച്ചത് കണ്ടുകൊണ്ട് ഒരു ശിഷ്യൻ പറഞ്ഞുവെന്നാണ് പറയുന്നത്, അപ്പച്ച വേറെ ദൂതൊന്നും ഇല്ലേ, ഇത് മാത്രമേ ഉള്ളോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. യോഹന്നാൻ അപ്പോസ്തോലൻ പറഞ്ഞുവെന്നാ പറയുന്നത്.
because it is the Lord's commandment, and if this only is done, it is enough. ഇത് കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഇത് നിങ്ങൾ അനുസരിച്ചാൽ അത് മതി. ഈ ലേഖനത്തിലും സ്നേഹത്തിന് ഒരുപാട് ഫോക്കസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നാലാമത്തെ സുവിശേഷവും ഈ ലേഖനവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. വ്യത്യാസം എന്ന് പറയുമ്പോൾ രണ്ടും എഴുതിയതിൻ്റെ ഉദ്ദേശത്തിലുള്ള വ്യത്യാസം. യോഹന്നാൻ 20:31 അദ്ദേഹം എഴുതിയ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ സുവിശേഷത്തിൽ ഒരു ഇവാഞ്ചലിസ്റ്റിക് ത്രസ്റ്റ് ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഫോക്കസ് ചെയ്യുന്ന നാലാമത്തെ സുവിശേഷം ആളുകൾ വായിച്ച് മനസ്സിലാക്കി യേശുവിൽ അവർ വിശ്വാസം അർപ്പിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം അവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. ഈ ഒന്നാം ലേഖനത്തിൻ്റെ ഉദ്ദേശം ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. സുവിശേഷം എഴുതിയത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം. ലേഖനം എഴുതുന്നത് അതുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഈ ലേഖനത്തിൽ ധാരാളം പരസ്പര സ്നേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ സ്നേഹമാണ് യഥാർത്ഥ കൂട്ടായ്മയുടെ തെളിവ്. കേട്ടോ? What is true fellowship? How can you identify true fellowship? യോഹന്നാൻ പുറത്തു കൊണ്ടുവരുന്നത് സ്നേഹമാണതിൻ്റെ മാർക്ക്. 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധന്മാരുടെ മക്കളെന്ന ആ പദവി, അതിൻ്റെ എവിഡൻസ് സ്നേഹമാണെന്നാണ് പറയുന്നത്. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ നാം 7-8 വാക്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് ദൈർഘ്യമായി പരസ്പരം സ്നേഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അവിടെ പ്രധാനമായി ത്രിയേക ദൈവം, ദൈവത്തിൻ്റെ നേച്ചർ, സ്വഭാവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ പറയുന്നു. കർത്താവിൽ അത് വെളിപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും എന്നും യോഹന്നാൻ പരാമർശിക്കുന്നുണ്ട്. അത് മറ്റൊരവസരം നമുക്ക് ചിന്തിക്കാം. 7 മുതൽ 21 വരെയുള്ള വാക്യം എന്നാൽ ഞാനൊരു വിഭജനം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. അതിനുശേഷം 7-8 വാക്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ വചനം പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അതെഴുതിയെടുത്ത് ആ വേദഭാഗങ്ങൾ ഈ വിഭജനത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ അവർക്കത് പഠിക്കാൻ സഹായകരമായിരിക്കും. 7-8 വാക്യം ദി ഒറിജിൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഉത്ഭവം, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അത് 7-ാം വാക്യത്തിൽ പോസിറ്റീവായി പറയുന്നുണ്ട്, 8-ാം വാക്യത്തിൽ നെഗറ്റീവായി പറയുന്നുണ്ട്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിനെ പറയുന്നു. 9-10 വാക്യങ്ങളിൽ ഈ ദൈവസ്നേഹം
പരാമർശിക്കുന്നത് മുഴുവനും അഗപ്പേയോ സ്നേഹത്തെക്കുറിച്ചാണ്. അത് 9-10 വാക്യത്തിൽ എഴുത്തുകാരൻ പറയുന്നത് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ലവ്. ദൈവത്തിന്റെ സ്നേഹം യേശുക്രിസ്തുവിൽ മറനീക്കി തുറന്നു കാണിക്കുകയാണ്. When you look at Christ, you see the love of God. അവിടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരു സൂചന മാത്രം തരാം. ഒരുപാട് വിശുദ്ധന്മാർക്ക് പോലും എറർ സംഭവിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ താൽക്കാലികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുക്കുമ്പോൾ they are sadly mistaken. They are in error. അവർ ദൈവസ്നേഹത്തെ തരം താണു കാണുകയാണ്. ഇത് ഇന്നത്തെ പ്രഭാഷകന്മാർ അവരുടെ ദൂതുകളിലൂടെ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നതാണ്. ട്രൂ ലവ്, ഒത്തന്റിക് ലവ്, റിയൽ ലവ് നിങ്ങൾക്ക് കാണണമെങ്കിൽ, നിലനിൽക്കുന്ന സെൽഫ്ലെസ് ലവ് കാണണമെങ്കിൽ, യു ലുക്ക് അറ്റ് ദ ക്രോസ്. പിതാവാം ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി യാഗമാക്കി. അതിലാണ് യഥാർത്ഥ സ്നേഹം നാം കാണുന്നതെന്ന് എബി ഉപദേശി ഉണ്ടാക്കിയതല്ല. That's what the Bible says. ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം മറ്റൊന്നാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ തുറന്ന് പറയുന്ന റെഫറൻസ് ഒന്ന് വായിച്ചു നോക്കാൻ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ബോധ്യമാകും ഇവിടെ പറയുന്നത് സത്യമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് സമയമുണ്ടെങ്കിൽ പിന്നീട് വിശദീകരിക്കാം, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ വിശദീകരിക്കാം. മൂന്നാമത് 4-ാം അധ്യായത്തിന്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദ ഫ്രൂട്ട് ഓഫ് ലവ്, ഈ ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള മനുഷ്യരിൽ സ്നേഹത്തിന്റെ ഫലം പുറപ്പെടുവിക്കും. ഫലം കാണാൻ കഴിയും. സ്തോത്രം. ശ്രദ്ധിക്കണേ, സ്നേഹത്തിന്റെ ഫലം കാണാൻ കഴിയും. ഒരു മാവ് ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ എന്നോട് പറയുക, പാസ്റ്റർ ഇതൊരു മാവാണ്. നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു ഓക്കെ മാവാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ നിങ്ങൾ പറയുന്നു അത് മാവാ. ഞാൻ പറയുന്നു ഓക്കെ. പക്ഷെ ഉണ്ടായപ്പോ ചക്കയാ. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സ്വഭാവത്താൽ വൃക്ഷത്തെ അറിയാം. സിമ്പിളാ. ഇതാണ് മത്തായി 7:15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് പഠിപ്പിക്കുന്നത്. മേക്ക് നോ മിസ്റ്റേക്ക് അബൌട്ട് ദിസ്. പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്നു. The question is, where is the fruit of the Spirit? രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ അവകാശപ്പെടുന്നു. Where is the nature of the one who birthed you? വിശ്വാസഗോളം അവരുടെ മയക്കത്തിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. വൃക്ഷത്തെ പാട്ടിനാലല്ല, വേറെ ഡ്രസ് കോഡിലല്ല, ഇതൊന്നും വേണ്ടെന്നല്ല, യോഗ്യമായിട്ടാണ് ഡ്രസ് ചെയ്യേണ്ടത്. വൃക്ഷത്തെ ഫലത്താൽ അറിയാം. മേക്ക് നോ മിസ്റ്റേക്ക്. ആരും നിങ്ങളെ വേറൊരു കാര്യം പറഞ്ഞ് തെറ്റിക്കരുത്.
വളരെ ഈസി ആയിട്ട് വിവേചിക്കാൻ കഴിയും. ആളിൻ്റെ സ്വഭാവം ശ്രദ്ധിച്ചാൽ ആളാരാണ് എന്ന് 100% തിരിച്ചറിയാൻ കഴിയും. ഇതാണ് ജോൺ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. എന്നാൽ അത് 7-8 വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. നമുക്കവിടേക്ക് പോകാം. 7-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അതിൻ്റെ ഓരോ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. 1, പ്രിയമുള്ളവരെ, ബിലവഡ്. 6 തവണ ഈ 1-ാം ലേഖനത്തിൽ 2:7, 3:2, 3:21, 4:1, 4:11 ഇതേ പദപ്രയോഗമുണ്ട്. വാർദ്ധക്യത്തിലായിരിക്കുന്ന പാസ്റ്ററുടെ ടെൻഡർ എഫെക്ഷനാണ് ഇവിടെ റിഫ്ലക്റ്റ് ആകുന്നത്. തൻ്റെ കൂട്ടുവിശ്വാസികളെ സംബോധന ചെയ്യുക. ബിലവഡ്, ദേ ആർ ലവ്ഡ് ബൈ ഗോഡ് ആൻഡ് ദേ ആർ ലവ്ഡ് ബൈ their pastor. Divinely loved. പ്രിയമുള്ളവരെ, അടുത്ത പ്രയോഗം, നാം അന്യോന്യം സ്നേഹിക്കുക. അതിൻ്റെ ഓരോ വാക്ക് നാം. ലേഖകൻ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാം എന്ന് പറഞ്ഞാൽ all believers, രക്ഷാനിർണയം പ്രാപിച്ച എല്ലാ വിശുദ്ധന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കാണ് നാം അന്യോന്യം. നാം അന്യോന്യം സ്നേഹിക്കണം. വിശ്വാസികൾ തമ്മിൽ നാം എല്ലാവരും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുമാകട്ടെ, അവന് വേറെയാ. എന്തോ വേറെ? രക്ഷിക്കപ്പെട്ടോ? എത്നിക് ഗ്രൂപ്പുകൾ കൊണ്ട് ആരെയും മാറ്റാൻ പാടില്ല. ത്വക്കിന്റെ നിറം നമുക്ക് ഡിസ്റ്റർബൻസ് ആകരുത്. ഒരാളിന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയോ അയോഗ്യതയോ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത്. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കള്. നാം ഒരുത്തന്റെ കുടുംബം കുലശ്രേഷ്ഠതയുള്ളതായിരിക്കാം, മറ്റവന്റെ കുടുംബം അത്രയും അറിയപ്പെട്ടതല്ലായിരിക്കാം. ഒരുത്തന് ആരോഗ്യമുണ്ട്, ഒരുത്തന് ആരോഗ്യമില്ല. ഒരുത്തന് വാഹനമുണ്ട്, മറ്റൊരുത്തന് വാഹനമില്ല. സമൂഹത്തിൽ ഒരുത്തൻ വലിയ കേമനാണ്, മറ്റൊരുത്തൻ അത്രയും പിടിപാടില്ല. ആരുമാകട്ടെ, നാം ഇത് ഇന്നത്തെ സകല വിശുദ്ധന്മാരും അറിഞ്ഞോണം. എനിക്ക് ബോധ്യമാകുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വിശ്വാസികൾ എന്ന് ചിന്തിക്കുന്നവർ ഈ വചനത്തിലല്ല ഇന്ന് നിൽക്കുന്നത്. They are misguided. ചിലർക്ക് കാണാൻ കൊള്ളാം, അല്ലേലോ അത്ര കാണാൻ ഒരു ബോഡി ഷേപ്പോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇല്ല. നോ, നാം രക്ഷിക്കപ്പെട്ട ദൈവ മക്കളാണ് ഇവിടുത്തെ വിഷയം. എൻ്റെ അത്രയും സ്റ്റാൻഡേർഡ് ഇല്ല. എന്താണ് ഈ സ്റ്റാൻഡേർഡ്? ആര് നിനക്ക് സ്റ്റാൻഡേർഡ് തന്നു? രക്ഷിക്കപ്പെട്ടോ? We are one in Christ. നാം, പ്രിയമുള്ളവരെ, നാം സ്തോത്രം. നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ഈ പ്രാദേശിക സഭയ്ക്ക് അപ്പുറത്തോടെ ചിന്തിര്. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളല്ല, ഞങ്ങളുടെ പള്ളിയിലല്ല വരുന്നത്. സോ വാട്ട്? രക്ഷിക്കപ്പെട്ടയാളാണോ? വിശുദ്ധന്മാര് തമ്മിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും കൂടി ഈ പള്ളി വരണമെന്നൊന്നുമില്ല.
അവർക്ക് സൗകര്യമുള്ള പള്ളിയിൽ അവർ പോവും. ബട്ട് വി ഹാവ് ടു ലവ് എവ്രി വൺ. നാം സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശുദ്ധനാണെങ്കിൽ, രക്ഷാനിർണയം പ്രാപിച്ച ഒരു വിശുദ്ധനാണെങ്കിൽ, നാം അവരെ സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുകയാണ്. നാം ഈ ശക്തമായ അഗപ്പയോ സ്നേഹമാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് മുൻപിൽ ദൈവ മക്കളാണ് നമ്മളെന്ന സാക്ഷ്യം മറന്നു പോകരുത്. അല്ലാതെ നമ്മളുണ്ടാക്കുന്ന ഒച്ചപ്പാടല്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളതാണ്. ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള രാത്രിയിൽ കർത്താവ് പറഞ്ഞ 2 പ്രധാനപ്പെട്ട മെസ്സേജിൽ ആദ്യത്തെ മെസ്സേജിലെ ഒരു കൽപ്പനയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. 35-ാമത്തെ വാക്യം നോക്കിക്കേ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഒരു ശിഷ്യനാണെന്ന് നിങ്ങൾ അന്യഭാഷ പറഞ്ഞപ്പോഴല്ല, നിങ്ങൾ വായു ഒച്ചത്തിൽ വെച്ചപ്പോഴല്ല, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളപ്പോൾ. അതാണ് ബ്രാൻഡ് മാർക്ക് ഓഫ് ദ ഡിസൈപ്പിൾ. പരസ്പരം ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയും. അല്ലാതെ കൃപാവരം കണ്ടിട്ടല്ല. ചിന്തിക്ക്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പറയുമ്പോൾ ഹൈ സ്റ്റാൻഡേർഡാണ്. അതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. യേശു സ്നേഹിച്ചതാണ് സ്റ്റാൻഡേർഡ്. അവിടുന്ന് അവിടുത്തെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. ഇന്ന് നമ്മുടെ പല സംഘടനകളിലും പ്രാദേശിക സഭകളിലും ദുഃഖത്തോടെ, അപ്പോൾ തന്നെ മായം ചേർക്കാതെ ഞാൻ പറയാം, പലരും ട്രൂ ബിലീവേഴ്സ് അല്ല. ഇറ്റ് ഈസ് എ ഹാർഡ് ട്രൂത്ത്. അവർ ദൈവസഭയിൽ പോകുന്നുണ്ട്, പക്ഷെ അവർ കർത്താവിൻ്റെ വകയല്ല. കാരണം യഥാർത്ഥമായി കർത്താവിൻ്റെ വകയാണെങ്കിൽ അവർ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കും. ഇന്നീ പള്ളികളിൽ ഉണ്ടാകുന്ന എല്ലാ വഴക്കും അനലൈസ് ചെയ്യുക. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? ഫൗണ്ടേഷണലായിട്ടുള്ള ഈ സത്യത്തെ പഠിപ്പിക്കാത്തത് കൊണ്ടോ, പഠിക്കാത്തത് കൊണ്ടോ, ചിന്തിക്കാത്തത് കൊണ്ടോ. അത് നാണയത്തിൻ്റെ ഒരു വശം. നാണയത്തിൻ്റെ മറുവശം യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആ വാക്യം പിന്നെ നോക്കുക. നാം എന്ന വാക്കാണ് ഞാൻ വിശദീകരിക്കാൻ എടുത്തത്. അന്യോന്യം. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ബിലീവേഴ്സ് തമ്മിലാണ്. അടുത്ത വാക്ക് സ്നേഹിക്കുക. അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. വാട്ട് ഈസ് റിയൽ ലവ്? എന്താണ് ശരിക്കും സ്നേഹം? ഇത് ഭാര്യയും ഭർത്താവും കേൾക്കണം, സകല വിശുദ്ധന്മാരും കേൾക്കണം, കുടുംബത്തിൽ തന്നെ ഇത് തുടങ്ങണം.
എഴുത്തിൻ്റെ ഗ്രാമർ പരിശോധിച്ചാൽ ശരിക്കും ഇത് പ്രസന്റ് ടെൻസിലാണ്. അതിൻ്റെ ടെൻസ് എന്തിനാണ് ഗ്രാമർ പറഞ്ഞത്? ഇതിൻ്റെ അർത്ഥം നാം അന്യോന്യം സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഒരു ദിവസത്തെയല്ല, ഓൾവേസ് ലവ് എന്ന അർത്ഥമാണ്. നമ്മൾ ആ വാക്ക് ഒന്ന് ചിന്തിക്കുകയാണ്. ഒറ്റ നിമിഷം പോലും മറ്റൊരാളെ പകച്ചിരിക്കാൻ അനുവാദമില്ല. സഹവിശ്വാസികളാണോ സഹപ്രവർത്തകരാണോ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. സ്നേഹത്തിൽ ശിക്ഷണമുണ്ട്. ചില ആളുകൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ലോക സ്നേഹത്തെ അവർ ചിന്തിക്കും. നോ, ദൈവത്തിൻ്റെ സ്നേഹമാണ് മെഷറിംഗ് റോഡ്. God is love and God disciplines. അതാണ് ട്രൂ ലവ്. അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞത്, അല്ലെങ്കിൽ you will get carried away thinking something else. ക്രിസ്തീയ സ്നേഹത്തിൽ എല്ലായ്പ്പോഴും കൂട്ടുവിശുദ്ധന്മാരെ സ്നേഹിക്കണം. ചില സമയത്ത് അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഹാർഡ് സിറ്റുവേഷൻസ്, അന്നേരവും സ്നേഹിക്കണം. ചില സമയത്ത് ഈസിയാ, അന്നേരവും സ്നേഹിക്കണം. ഓൾവേസ് ലവ്. ഇതൊന്ന് കുടുംബത്തിൽ അപ്ലൈ. അവൾ 1995 രക്ഷിക്കപ്പെട്ട്, ഞാൻ 1996. എന്താ ഗുണം? ഇവിടെ ഞാൻ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നിന്നുള്ള മറ്റ് സ്നേഹത്തെക്കുറിച്ചൊന്നുമല്ല. രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഹാർഡ് ടൈംസ് ഉണ്ട്, ഈസി ടൈമുകളുണ്ട്. എന്താ കുടുംബങ്ങളിൽ വഴക്ക്? ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഈ അഗപ്പയോ സ്നേഹമല്ലാതെ കേവലം മാനുഷിക സ്നേഹമാണെങ്കിൽ ഡിഫിക്കൽട്ട് ടൈംസ് വരുമ്പോൾ യു വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്. നല്ല ചുട്ട തറുതല പറയും. വാസ്തവത്തിൽ അപ്പോൾ നമ്മുടെ സാക്ഷ്യം എന്താണ്? രണ്ട്, നാം അന്യോന്യം സ്നേഹിക്കുക. രണ്ട്, ഇതിൻ്റെ ആ ഗ്രാമറിലെ നമുക്ക് കിട്ടുന്ന ആശയം, സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ മറ്റേ ആള് ഇങ്ങോട്ട് വന്ന എന്ന് നിർബന്ധമില്ല, ഞാൻ അങ്ങോട്ട് പോവാ. ഇറ്റ്സ് ആക്റ്റീവ് ലവ്. അല്ല അവൻ വന്ന് ക്ഷയിക്കാൻ വേണേ തരട്ടെ, ഞാനിവിടെ നിൽക്കുക. നോ, യു ഗോ. പരാതിപ്പെടുന്നവരുണ്ട്, എന്താ എനിക്ക് ക്ഷയിക്കാൻ തന്നില്ല, സഹോദരൻ പോയി കൊടുക്കുക. ആ അർത്ഥത്തിലാണ് ഇവിടെ. ഒന്നാമത് ഈ പരാതിപ്പെട്ടിയായി മാറരുത്. മറ്റൊരാൾ എന്നെ അപ്രോച്ച് ചെയ്യാൻ നിൽക്കാതെ നാം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, മുൻകൈ എടുക്കുന്നു, എന്നിട്ട് തീവ്രമായ നിലയിൽ അവരെ സ്നേഹിക്കുന്നു, അവരോട് ഇന്ററാക്ട് ചെയ്യുന്നു. ആ അർത്ഥം ഈ സ്നേഹമെന്ന വാക്കിൽ ഉണ്ട്. വാസ്തവത്തിൽ ഇത് എഴുതിയിരിക്കുന്ന ആ സാഹചര്യം, എഴുതിയിരിക്കുന്ന ആ വാക്കുകളെ ഒന്ന് പരിശോധിക്കുമ്പോൾ യോഹന്നാൻ ശരിക്കും ആ സഭയിലെ ആളുകളുടെ തോളയിലോട്ട് കൈയിടുന്നത് പോലെ ഇട്ടിട്ട് അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ലവ് വൺ അനദർ, ലവ് വൺ അനദർ. ഒരു അപ്പീലാണ്. യോഹന്നാൻ ഇവിടെ ആ സഭയിലുള്ള വിശുദ്ധന്മാരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്കത് തോന്നിയാലും തോന്നിയില്ലെങ്കിലും
സ്നേഹിക്കുക എന്നുള്ളത് ഫീലിങ്സിൻ്റെ മേലല്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ലവിങ്. ഫീലിംഗ് അല്ല ഇവിടെ. ഇറ്റ് ഈസ് മൈ ചോയ്സ് ടു ലവ്. ദാറ്റ്സ് എ ഹാർഡ് പേഴ്സൺ ബട്ട് ഐ സ്റ്റിൽ ലവ്. ഇറ്റ്സ് മൈ ചോയ്സ്. അവൻ്റെ ഒരു പോക്കും അവൻ്റെ ഒരു രീതി ഓക്കെ ആകട്ടെ, പക്ഷെ ഞാൻ ചൂസ് ചെയ്യുക. എൻ്റെ ഫീലിങ്സിനൊത്തു പോകാതെ ഞാൻ ബോധപൂർവം എൻ്റെ മനസ്സിനെ ഒരുക്കിക്കൊണ്ട് ആളെ സ്നേഹിക്കുന്നു. അഗപ്പയോ എന്ന സ്നേഹത്തിൻ്റെ ഈ പദപ്രയോഗം, ഇത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ത്യാഗപൂർണമാണ് ഈ സ്നേഹം. സ്വയം നൽകുന്ന സ്നേഹമാണ്. മറ്റുള്ളവർ കൂടെ ആരാധിക്കുന്നവരുടെ ആവശ്യങ്ങൾ ബോധ്യമായി അവർ പറഞ്ഞിട്ടാകട്ടെ പറയാതെ ആകട്ടെ റീച്ചിങ് ഔട്ട് ടു ദ നീഡി. ത്യാഗപൂർണമായ സ്നേഹമാണ് അഗപ്പയോ സ്നേഹം. നമ്മൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ പഠിച്ചിട്ടുള്ളവരാണ്. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിയണം. മനുഷ്യൻ സ്വസ്നേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഡിവൈൻ ലവ്, ഈ സൂപ്പർ നാച്ചുറൽ ലവ്. സ്വസ്നേഹം എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ഇറ്റ് ഓൾ. ഇത് സെൽഫ് സാക്രിഫൈസിങ്, സെൽഫ് ഗിവിങ് ലവ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന് വില കൊടുക്കേണ്ട സ്നേഹമാണ്. ദിസ് ഇസ് നോട്ട് ചീപ്പ് ലവ്. ഇത് വില കൊടുക്കേണ്ടതാണ്. ഇതാണ് കാൽവറി ക്രൂശിൽ കണ്ടത്. യോഹന്നാൻ 3:16 മനപ്പാഠം അറിയാമെങ്കിൽ എന്നോട് ചേർന്ന് പറ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ. അത് പറ, ദൈവം അവനെ നൽകുവാൻ. ഇറ്റ് ഈസ് കോസ്റ്റ്ലി, ഇറ്റ് ഈസ് സാക്രിഫിഷ്യൽ, ഇറ്റ് ഈസ് സെൽഫ് ഗിവിംഗ്. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെങ്കിൽ ഇതിന് മുടക്കുണ്ട്. അത് ഈസി അല്ല. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ വാക്ക് സ്നേഹം എന്നുള്ളത് കാണേണ്ടത്. മറ്റൊരർത്ഥം, സഹോദരനെയോ സഹോദരിയോ സ്നേഹിക്കുമ്പോൾ ഉപാധികളില്ലാതെ സ്നേഹിക്കുക. പേഴ്സണാലിറ്റി ഉണ്ടോ ഇല്ലയോ വിഷയമല്ല, കുടുംബത്തിലെ ആണോ അല്ലയോ വിഷയമല്ല. ഉപാധികളില്ല, ഉപാധികളില്ലാതെ സ്നേഹിക്കുക. എന്നാ കാരണം? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. നമുക്കവരെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നതാണ് ട്രൂ ക്രിസ്ത്യൻ അഗപ്പയോ ലവ്. ഈ വാക്കിന് മറ്റൊരർത്ഥമുണ്ട്. ഇത് മനഃപൂർവമായ സ്നേഹമാണ്. ഇത് എനിക്ക് ഒരു ഫീലിംഗ് വന്ന, ഒരു ഇമോഷൻ വന്നപ്പോ അന്നേരം ഉണ്ടായ ഒരു 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 ഫീലിംഗ്, സ്തോത്രം സ്തോത്രം. അന്നോ, ഈ സ്നേഹം വളരെ ഇന്റൻഷനലാണ്. മനഃപൂർവമായി സ്നേഹിക്കുകയാണ്. സ്തോത്രം. ആള് സ്നേഹിച്ചാൽ പണി തരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളിനെ സ്നേഹിക്കുകയാണ്. സ്തോത്രം. ഇത് സജീവമായ സ്നേഹമാണ്. ഇത് മൗനം പാലിച്ച് ഒരു സ്റ്റേഡിയത്തിൽ കളിക്കാർ കളിക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണിയായിട്ടിരിക്കുന്ന ഒരനുഭവമല്ല. ഇത് വളരെ സജീവമായ സ്നേഹമാണ്. മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന സ്നേഹമാണ്. അവർക്ക് വേണ്ടി സാമ്പത്തികം മുടക്കുന്ന സ്നേഹമാണ്. അവർക്ക് വേണ്ടി ഏറ്റവും വലുത് നമ്മുടെ സമയം കൊടുക്കുന്ന സ്നേഹമാണ്.
ഇത് നിസ്വാർത്ഥ സ്നേഹമാണ്, സെൽഫ്ലെസ് ലവ്. അത് വേണമെങ്കിൽ നമ്മുടെ സ്വയത്തിന് നാം മരിക്കണം, അല്ലാതെ നിസ്വാർത്ഥ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകുകയില്ല. മറ്റൊരാളിൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യത്തെക്കാൾ വലുതായി കാണുന്ന അനുഭവം, അതിന് മുൻഗണന കൊടുക്കുന്ന അനുഭവം, അതാണ് ശരിക്കും ക്രിസ്തീയ സ്നേഹം. പക്ഷേ ഇത് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന, സ്വയത്തിന് മരിച്ച ഒരാളിന് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ആവശ്യമാണ് എനിക്ക് വലുത്. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 7-ാം വാക്യം. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. ഇത്രയും കാര്യത്തിലാണ് നമ്മൾ ഇതുവരെ നിന്നത്. അടുത്തത്, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അവിടെ നിർത്താം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവമാണ് ഈ പറഞ്ഞ സ്നേഹത്തിൻ്റെ ഉറവിടം, വറ്റാത്ത ഉറവ. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിലേക്ക് ഈ സ്നേഹം ഒഴുകി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കേണ്ടത്? അതിൻ്റെ കാരണം സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സ്വയത്യാഗമുള്ള സ്നേഹം ഞാൻ പ്രദർശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ സ്നേഹമാണ് എന്നിലേക്ക് അതിൻ്റെ ഉറവയിൽ നിന്ന് ഒഴുകി വരുന്നത്. ദൈവമാണ് ഇതിൻ്റെ സോഴ്സ്, ദൈവമാണ് ഇതിൻ്റെ സപ്ലയർ. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം ലോക സ്നേഹമല്ല, ഇത് സൂപ്പർ നാച്ചുറൽ സ്നേഹമാണ്. നോട്ട് നാച്ചുറൽ, ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. അല്ലാതെ നമ്മൾ ഞാൻ സ്നേഹിക്കാം ഒന്ന് ബലം പിടിച്ചാൽ നമ്മളിൽ ഉത്ഭവിക്കുന്നതല്ല ഇത്. ഇതിൻ്റെ സോഴ്സ് ദൈവമാണ്. ഗലാത്യലേഖനം 5:22 ഇവിടെയുള്ളവർക്കെല്ലാം മനഃപ്പാഠമാണല്ലോ. ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഈ സൂപ്പർ നാച്ചുറൽ ആത്മാവിൻ്റെ ഫലം, സ്നേഹം എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ ഒരു വിവരണമാണ്. സ്നേഹത്തിലാണ് ബാക്കി എല്ലാം. ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? പിന്നെ അന്യഭാഷ പറയുന്നത് കേട്ടിട്ടില്ലേ? സിമ്പിളല്ലേ അപ്പൊ ചോദ്യം? സ്നേഹം എന്ത്? ഭയങ്കര വിഷയമാണിത്, ഭയങ്കര വിഷയമാണ്. നാം തെറ്റിദ്ധാരണയിലാകരുത് ആത്മാവ് നമുക്കുണ്ടെന്ന്. ഇത് വളരെ സീരിയസ് ആണിത്. ഇതാണ് വേർപെട്ട സമൂഹത്തിൽ പറ്റുന്നത്. കാരണം തമ്പേറടിക്കുമ്പോൾ ഉഷാറായി, പക്ഷേ അന്ന് തന്നെ 3 പാർട്ടികൾ യോഗവും കൂടും. കർത്താവായ യേശുക്രിസ്തു ഇന്ന് വരും പറയുമ്പോൾ അങ്ങ് കരയും. ഈ ദിവസങ്ങളിൽ വരും. കരയുമ്പോൾ നമ്മളെല്ലാം കൂടെ കൂട്ടക്കരച്ചിൽ. പക്ഷെ യോഗം കഴിയുമ്പോൾ വിഷയം വേറെയാ. ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആധുനിക
പല വേർപെട്ട സമൂഹത്തെയും കണ്ട് വഞ്ചിക്കപ്പെടരുത്. ബൈബിൾ പരിശോധിച്ച് അവരവരുടെ ആത്മീകതയെ സൂക്ഷിച്ചോണം. സ്തോത്രം. സ്നേഹം ദൈവത്തിൽ നിന്നാണ്. അടുത്തത് കേൾക്കണം. സ്നേഹിക്കുന്നവൻ എല്ലാം, ഈ മേൽ പറഞ്ഞതുപോലെ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടെന്ന്, ദൈവം ജനിപ്പിച്ചെന്ന്. അപ്പം ഈ പറയുന്ന പോലെ സ്നേഹിച്ചില്ലല്ലോ. സംഗതി വളരെ സീരിയസ് ആണ്. എൻ്റെ പരിമിതമായ മലയാളം ഭാഷ കൊണ്ട് ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളോട് എൻ്റെ അഭ്യർത്ഥന, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങളിത് ഒന്നുകൂടെ വായിക്കുക, ധ്യാനിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണുമ്പം ഏതാണ്ട് പോലെ തോന്നും, നിങ്ങൾക്ക് എന്നോടൊരു വെറുപ്പും ഒക്കെ തോന്നും. എന്നെ വെറുത്തോ? പക്ഷെ ഈ കാര്യം മനസ്സിലാക്കുക, നമുക്ക് നമ്മളെ തന്നെ വിവേചിക്കാൻ കഴിയും. ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്കുപോലും മാറ്റുന്നില്ല. സ്നേഹം ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് ഉറവിടം. ഇവിടെ പറയാ സ്നേഹിക്കുന്നവനെല്ലാം. ആ വാക്ക് പിന്നെയും ഞാൻ പറയാം, ഹാബിച്വലി, കണ്ടിന്യൂവസ് ആയി ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ മക്കളിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് റിഫ്ലക്റ്റ് ആകേണ്ടത്. ദൈവത്തിൻ്റെ സ്വഭാവം ഗോസിപ്പല്ല. ദൈവത്തിൻ്റെ സ്വഭാവം പാരവെക്കുന്നതല്ല. ദൈവത്തിൻ്റെ സ്വഭാവം കാലുവാരുന്നതല്ല. ദൈവത്തിൻ്റെ സ്വഭാവം ആരെയേലും തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ വഴിയിലൂടെ നടത്തുന്നതല്ല. ദൈവത്തിൻ്റെ സ്വഭാവം, ലുക്ക് അറ്റ് ദ ക്രോസ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ആര്? ഇതുപോലെ സ്നേഹിക്കുന്നവർ. ഇങ്ങനെ ശരിയായി രക്ഷിക്കപ്പെട്ടാൽ, ലിസൺ ടു മീ കെയർഫുള്ളി, നമ്മൾ നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു. വി ഹാഡ് ആൻ ഓൾഡ് നേച്ചർ, സിൻഫുൾ നേച്ചർ. ആദാമ്യ സന്തതികൾക്കുള്ള പാപസ്വഭാവം നമുക്കുണ്ടായിരുന്നു. ഒരാളെ കാണുമ്പോൾ നാളെ വർത്താനം പറയും, നമ്മൾ ഭാര വെച്ചു. പക്ഷെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. A change of heart has happened. കല്ലായുള്ള നമ്മുടെ ഹൃദയം ദൈവം മാറ്റി പുതിയ ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നു. മനുഷ്യരെ സ്നേഹിക്കാൻ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യരെ സ്നേഹിക്കുന്നു, കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കുന്നു. വീട്ടിൽ ഇതുണ്ടോ? സഭയിൽ ഇതുണ്ടോ? ദൈവം നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു, ജനിപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. 1 യോഹന്നാൻ 1:1-2 ദൈവം നിത്യജീവനാണ്. 1 യോഹന്നാൻ 1:5-7 വരെയുള്ള വാക്യം ദൈവം വെളിച്ചമാണ്. 1 യോഹന്നാൻ 4:8 അവസാനവും 16 ദൈവം സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ളിൽ വ്യാപരിക്കുന്ന
വെളിച്ചത്തിൽ നടക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയിലും സത്യത്തിലും നടക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവം സ്നേഹമായതുകൊണ്ട് ആ സ്നേഹമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വീട്ടിലും സഭയിലും. സ്തോത്രം. ഇതിന് നമുക്ക് കൈയടിച്ച് ആരാധിക്കാൻ തോന്നുന്നുണ്ടോ? ഇതില്ല. അപ്പൊ ഈ യോഹന്നാൻ ലേഖനം എഴുതിയത് ആത്മാവിലല്ലേ? ഇത് ആത്മാവിൻ്റെ ദൂതാണിത്. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കും. ഇതാണ് ദൈവമക്കൾ എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇവിടെ പറയുന്നു. എന്നിട്ടൊരു വാക്കൂടെ നോക്കി അവിടെ, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. വാട്ട് ഡസ് ദാറ്റ് മീൻ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹം ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവമാണ് സോഴ്സ്. ദൈവം ജനിപ്പിച്ചവരിൽ ഇതാണ് വരേണ്ടത്. അവർ ദൈവത്തെ അറിയും. ദൈവത്തെ അറിയുന്നതിൻ്റെയും ദൈവത്തിൽ നിന്ന് ജനിച്ചതിൻ്റെയും തെളിവ് ദൈവത്തിൻ്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യലി ദൈവവുമായി റിലേഷൻഷിപ്പ് ഉണ്ടാവും. ദൈവവുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളിന് കൂട്ട് സഹോദരന്മാരുമായിട്ട് സ്നേഹമില്ലെങ്കിൽ നുണ പറയുകയാണ്. ഒരു സംശയവും വേണ്ട. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. വ്യക്തിപരമായി ഈ വിശുദ്ധനായ ദൈവവുമായിട്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ബന്ധമുണ്ട്. അതാണ് അറിയുക. എക്സ്പീരിയൻഷ്യലി ഹാവിങ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഇനി നമ്മൾ 8-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുക. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അപ്പൊ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ ഞാൻ പറയാം, ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് വിശ്വാസികളെ കുറിച്ചാണ്. അവിശ്വാസിയായ സഹോദരങ്ങൾക്ക് അഗപ്പയോ സ്നേഹത്താൽ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവരുടെ കാര്യം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് ഈ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായിട്ടില്ല. അവർക്ക് ഈ സ്നേഹത്തിൻ്റെ സോഴ്സ് ആയിരിക്കുന്ന ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ല. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അവരിലില്ല. They are disconnected from the source. They cannot function like this. അവിശ്വാസികൾ അവിടെ നിൽക്കട്ടെ, they cannot. അവരുടെ എല്ലാ സ്നേഹവും അതിൻ്റെ പിൻപിൽ ഒരു ഉദ്ദേശം കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് ഈ അഗപ്പയോസ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാമോ? അവിശ്വാസിയുടെ അത്രയും പോലും ഇപ്പം വിശ്വാസിക്ക് സ്നേഹം വരുന്നില്ല. ഈ പറയുന്ന സ്നേഹം വരുന്നില്ല. സ്നേഹം ഇല്ലയെന്ന് വെച്ചാൽ ഇച്ചിരി ഉണ്ട്, ഒരിറ്റുണ്ട്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇവിടെ യോഹന്നാന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, വിശ്വാസികൾ എന്ന നിലയിൽ കർത്താവിൻ്റെ പൈതലാണെന്ന് നാം വാചാലമായി പറയുന്നത് ഇവിടെ ടെസ്റ്റഡ് ആകുകയാണ്. ഈ സ്നേഹം സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന്. He has no relationship with God. എന്തിനാണ് വെറുതെ നമ്മളെ തന്നെ ചതിക്കുന്നത്? ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ
അവരെ ജനിപ്പിച്ച പിതാവിൻ്റെ സ്വഭാവമാണ് വെളിപ്പെടേണ്ടത്. കാരണം അവിടുന്ന് സ്നേഹമാണ്. അവിടുത്തെ മക്കൾ അതുപോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ജീവിത ശൈലി അതാ. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഇത്ര ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ആരെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുണ്ടോ? നോ, നൺ ഓഫ് us. പക്ഷേ പെർഫെക്ഷനിൽ നമ്മൾ ഇപ്പോൾ എത്തിയില്ലെങ്കിലും നമ്മുടെ ഡിറക്ഷൻ നമ്മൾ മാറരുത്. ആ പാന്താവിലേക്കാണ് നടക്കുന്നത്, ആ വഴിയിലാണ് നിൽക്കേണ്ടത്, പെർഫെക്ഷനിലേക്കാണ് പോകേണ്ടത്. സ്തോത്രം. സ്നേഹിക്കാത്തവൻ, ശ്രദ്ധിച്ചു കേൾക്കുക, സ്നേഹിക്കാത്തവൻ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തെ, ഉറക്കെ പറഞ്ഞ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ. ഞാനൊരു വാക്ക് പറയാൻ പോവാ, അവൻ വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയല്ല. ചിന്തിക്കുക. അല്ലല്ലോ, എൻ്റെ പേര് ചാക്കോ എന്നാ. ചാക്കോട് വിട്ട് ചാക്കോന്നിട്, മറ്റുന്നിട്. എന്നാൽ എന്നാ പേരിനകത്താന്നു? സ്നേഹിക്കാത്തവൻ ദൈവത്തെ, he has no relation, he is not a Christian. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള ആള്, സ്നേഹിക്കാത്ത ഒരാള് ആ സ്വഭാവം കൊണ്ട് കാണിക്കുന്നത് ദൈവീകമാകുന്ന അനുഭവങ്ങൾ വാചാലമായി പറയുന്നത് പോലെ അവർക്കില്ല. കാപട്യ ക്രൈസ്തവ ജീവിതമാണ് നയിക്കുന്നത്. ഹി ഈസ് എ പ്രിറ്റൻഡർ. സ്വയത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന, സ്വാർത്ഥത അന്വേഷിക്കുന്ന, സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർ പരിഗണനയിൽ ഇല്ല. ദൈവസഭയിൽ കടന്നു വരാം, വേണേൽ ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആകാം. പക്ഷേ സ്നേഹത്തിൽ ഞാൻ പറയുകയാണ്, യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആളുകളെ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്ത്, ഓ നീ വലിയ സംഭവം. ഒരു സംഭവവും ഇല്ല. എല്ലാവരെയും വഞ്ചിക്കുന്നതോടൊപ്പം സ്വയം വഞ്ചനയിലുമാണ്. ഇത് സീരിയസ് ആണ്. നമുക്ക് പരസ്പരം വിധിക്കുന്നതിന് പകരം നാം നമ്മെ തന്നെ വിധിക്കുക എന്നുള്ളതാണ്. ഈ പ്രസംഗിക്കുന്നത് ഞാൻ എന്നെ വിധിക്കുക. വചനം നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ചില ആളുകൾക്കൊരു പ്രശ്നമുണ്ട്, ഇന്ന് പുള്ളി ആരോടാ? മറുപടി നിന്നോടാ. ഇതെല്ലാം ഉണ്ടല്ലോ. ഇങ്ങനത്തെ മനോഭാവത്തോടു കൂടി ഇരുന്നാൽ നമ്മൾക്കിതൊന്നും ഗുണകരമാകത്തില്ല. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞത്, ഇപ്പം നല്ല സാക്ഷ്യമുള്ള ഒരാള്, പക്ഷെ ഈ ഒരു നേച്ചർ അല്ലെങ്കിൽ ആ സാക്ഷ്യം കൗണ്ടർഫിറ്റാണ്, ഫോൾസ് ആണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്തും ശുശ്രൂഷയിലും ഈ യഹൂദ മതഭക്തർ, നേതൃത്വം, ശാസ്ത്രിമാര്, ഫരീസേര്, മറ്റ് നേതാക്കന്മാര്, അതുപോലെ തന്നെ യോഹന്നാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദുരുപദേശകർ, ഇവർക്കെല്ലാം ദൈവത്തെ പറ്റി അറിയായിരുന്നു. റഫറൻസ് പറയാം, ഇവിടെ തന്നെ ചിലരൊക്കെ കാണാൻ പറഞ്ഞില്ല, ഇതെല്ലാം ചെയ്യാം. 119 സങ്കീർത്തനം മണിയായി പറയും. അതിനെന്നാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് ഭാഷയിൽ ബൈബിള് പറഞ്ഞ ഒരാള് ഒരു 2 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞപ്പം കേട്ടയാൾ പറഞ്ഞു മതി. കാരണം അയാൾ ചെക്ക് ചെയ്ത് കറക്റ്റാ. പിന്നീട് അറിഞ്ഞത് അവൻ നിരീശ്വരവാദിയാ. കാണാതെ പഠിക്കാൻ ആർക്കാ വയ്യാത്ത? കാണാതെ പഠിച്ചത് കൊണ്ട് ആത്മീയരായോ? ആര് പറഞ്ഞത്? ആ കാലഘട്ടത്തിലെ
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ വലിയ മതപണ്ഡിതർ യോഹന്നാൻ ഈ കത്തൊക്കെ എഴുതുമ്പോൾ യോഹന്നാനെ വെല്ലുവിളിച്ച ദുരുപദേശകർ ഇവരൊക്കെ ക്ലെയിം ചെയ്തത് ഇവർക്ക് ദൈവത്തെ പറ്റി അറിയാം. അങ്ങനെ എഴുതി, ഇവിടെ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ദൈവത്തെ അറിയത്തില്ല. They had nothing to do with God. ഫരീസയര് വലിയ സംഭവമാണ്, ശാസ്ത്രിമാര് വലിയ പുള്ളികളാണ്, ബൈബിൾ കോപ്പി ചെയ്ത് എഴുതുന്നവരാണ്, ദൈവവചനത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ്. എന്ത് ബെനിഫിറ്റ്? ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെ ഇന്റിമേറ്റായി അറിയത്തില്ല. കണ്ടോ ഇതിനകത്തെ ട്വിസ്റ്റ് കിടക്കുന്നത്, ഇതിനകത്തെ ഡേഞ്ചർ കിടക്കുന്നത്? മനസ്സിലാക്കുക പ്രിയരെ. ഇവരുടെയൊക്കെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യാത്തത്, വെളിപ്പെടുത്തുന്നത് അവര് രക്ഷിക്കപ്പെട്ടവരല്ലെന്ന. നമ്മുടെ ഇടയിലും ദൈവസ്നേഹം, ലോകസ്നേഹം അല്ല കേട്ടോ, അഗപ്പയോ ഞാൻ വിവരിച്ച സ്നേഹം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു അങ്ങോട്ട് പോയി കാലൊന്ന് മുട്ടി, അല്ലെങ്കിൽ ഒരാളുടെ കാലിലോട്ട് നോട്ടി ഞാൻ മൈൻഡ് ചെയ്തങ്ങ് പോയി, അവിടെ ഒരു ചെറിയ അപാകതയാ, ഒട്ടനെ അതല്ല. കണ്ടിന്യൂസ് ആയി ലൈഫ് സ്റ്റൈലായി എനിക്ക് എൻ്റെ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ സീരിയസ് ആണ്. അവർ തുറന്നു കാട്ടുന്നത് അവർ രക്ഷിക്കപ്പെട്ടവരല്ല. ഇനി എന്നാ കൈയടിച്ചാലും അല്ല. ആ കൈയടി മാത്രമല്ലല്ലോ, ഒന്ന് കുലുങ്ങി. നമ്മൾ ഇന്ന് മാനസാന്തരപ്പെടണം കേട്ടോ. ഇത് മനസ്സിലായോ കാര്യങ്ങൾ? മനസ്സിലായെങ്കിൽ മാനസാന്തരപ്പെടുക. ദാറ്റ്സ് എ റൈറ്റ് റെസ്പോൺസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. എന്നിട്ട് ചിലർക്ക് ഒരു മാനസാന്തരം, കർത്താവേ ആ പറഞ്ഞതുപോലെ ഞാൻ മാനസാന്തരപ്പെടും. എൻ്റെ സഹോദര സഹോദരി, അത് നല്ലത്. ജീവിതത്തിൽ അത് പ്രായോഗികമാക്ക്. നാട്ടുകാരെ എല്ലാം കേൾപ്പിച്ച് വാചാലമായിട്ട് ഞാൻ അപ്പം നമ്മുടെ അച്ഛൻ ഇന്ന് കണ്ണുനീരോട്, അതിനകത്തും ഒരു വ്യാജമാണ്. കാരണം ഈ വ്യാജമെന്ന് പറയുന്നത് ഇതിനകത്തിട്ട് പൊളഞ്ഞു കിടക്കുക. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം എന്തുവാ? നിഷ്കളങ്ക ഹൃദയം, പരമാർത്ഥ ഹൃദയം നമുക്കുണ്ടാകട്ടെ പ്രിയരെ. ഇതുപോലൊരു സ്നേഹം ഒരാളിൽ വെളിപ്പെട്ടാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് ദാറ്റ് മാൻ ഹാസ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹിം, ദ ഹോളി സ്പിരിറ്റ് ഇൻ ഹിം. അല്ലെങ്കിൽ ആള് രക്ഷിക്കപ്പെട്ടതല്ല. ഇത് വളരെ സീരിയസ് ആണ്. ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന്, ഡസ് നോട്ട് നോ ഗോഡ്. അവിടുത്തെ ആ വാക്ക് ഞാനൊന്ന് സ്റ്റഡി ചെയ്ത് കേട്ടോ. ആ വാക്കിനകത്ത് അന്തർലീനമായി കിടക്കുന്നത് ആബ്സല്യൂട്ട് നെഗേഷൻ. ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തില്. നോ നോ നോ, ആബ്സല്യൂട്ട്ലി നോ. ഒരു സംശയത്തിനും ഇട വേണ്ട, അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഒരുമാതിരി ഒരു ഫോം ഉണ്ടല്ലോ, അല്ല അല്ല എന്നാൽ അല്ല അല്ല, അറിഞ്ഞിട്ടില്ല. തെറ്റിദ്ധാരണകളെല്ലാം മാറട്ടെ. ഈ വ്യക്തി ഒരിക്കൽ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ആള് ഒരു ജെനുവിൻ ബിലീവർ അല്ല. അവർ ക്ലെയിം ചെയ്യുന്നതൊക്കെ വൻ കാര്യങ്ങളായിരിക്കാം, ബട്ട് ദേ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഗോഡ്. വീട്ടിൽ വന്ന പ്രവാചകൻ നിന്നോട് പറയും വേറൊന്ന്, അയക്ക് നിന്റെ പൈസ വേണം. ഇത് നിത്യനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. If you do not exercise love continuously, you are a fraud. Praise the Lord. പാസ്റ്റർ ഞങ്ങളെ വിധിക്കുക. നിങ്ങളെ അല്ല, നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുക. പക്ഷെ വചനപ്രകാരം ഗോഡ് ഈസ് ദ ജഡ്ജ്. God is love എന്ന് പറയുന്ന അതേ ദൈവം, He is a judge.
അല്ലാതെ ഞാൻ നിങ്ങളെ വിധിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്നെ തന്നെ വിധിക്കുകയാണ് ഏറ്റവും നല്ലത്. വചനം ഇതാ, ഇതിന് യാതൊരു അയവുമില്ല. ദൈവമല്ലേ എന്നെ അപ്പോയിന്റ് ചെയ്തത്. ഐ ഹാവ് ടു ടെൽ യു ദ ട്രൂത്ത്. മറ്റിടങ്ങളിലെ പോലെ എനിക്ക് നിങ്ങളെ മസ്കായിട്ടിട്ടൊന്നും കാര്യമില്ല. ഐ എക്സ്പെക്ട് നത്തിങ് ഫ്രം യു. ഇനി അഥവാ ഒരാൾ തന്നാലും ഒരു ഗുണവും ഇല്ല എനിക്ക് തരുന്നതിൽ. കാരണം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പക്ഷത്തോ ചായയോ നിങ്ങളുടെ ഏതെങ്കിലും തെറ്റ് കണ്ടാൽ അത് ഫോട്ടോ ഒന്ന് വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ തരാതിരിക്കുകയാണ് ബുദ്ധി. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഗൗരവമേറിയ ഒരു നോട്ടിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇന്നത്തെ ദൈവസഭകളെക്കുറിച്ച് നാം ചിന്തിക്കണം. നാമും ഈ കാലഘട്ടത്തിൽ ഒരു ദൈവസഭയെ നിൽക്കുമ്പോൾ ഇതിന് വിപരീതമായി പ്രാക്ടീസസ് കൊണ്ടു നടക്കുന്ന സഭകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. പക്ഷെ അവിടെ അങ്ങനെ അല്ലല്ലോ, അവിടെ അങ്ങനെ ആയിരിക്കാം, ഇവിടെ അങ്ങനല്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇതൊരു വലിയ കുത്തൊഴുക്കാണ്. Guard your heart by the word of God. ഇന്നത്തെ അനേക വിശുദ്ധന്മാരിൽ കോപം, ക്രോധം, അസ്വസ്ഥതകൾ, വാക്കിൽ എത്ര എബ്യൂസീവായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. തരം താഴ്ത്തി ആളുകളുടെ പേരുകളെ കളങ്കിതരാക്കി എബ്യൂസീവായി പറഞ്ഞു. What kind of Christianity is that? ഇത് അതിനുള്ളതല്ല. ഇത് അതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. പലതും പഠിച്ചുപോയി. അവിടെ കിട്ടുന്നത് ഇങ്ങോട്ടിട്ടു, ഇവിടെ കിട്ടുന്നത് അങ്ങോട്ട് തട്ടി എന്നാ പറയുന്നത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, നേരത്തെ ഞങ്ങൾ പള്ളി പോകത്തില്ലായിരുന്നു, ഇപ്പോൾ ഒരു പള്ളി പോകും. നേരത്തെ ഇങ്ങനെ ഈസ്റ്ററൊക്കെ ആയിരുന്നപ്പോൾ വെള്ളം അടിച്ചാണ്, ഇപ്പോൾ വെള്ളം അടിക്കുന്നില്ല. അതല്ല ക്രിസ്ത്യാനിറ്റി. പിതാവാം ദൈവത്താൽ ജനിച്ച ക്രിസ്തുവിൻ്റെ അനുയായിയായി തീരുന്നതാണ് ക്രിസ്ത്യാനിറ്റി. അല്ലാതെ കുറെ റിഫോംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ ഉടൻ ക്രിസ്ത്യാനിയാകത്തില്ല. ക്രിസ്ത്യാനിറ്റിയുടെ വളരെ കാതലായ ഒരു ഉപദേശം പുതിയ ജീവിതത്തിൻ്റെ ഉടമയായി മാറുക, പുതിയ ജനനത്താൽ ന്യൂ ബർത്ത് എന്ന ഒരു ന്യൂ ലൈഫിലേക്കാണ് എന്നെ നയിക്കേണ്ടത്. അല്ലാതെ ബാഹ്യമായിട്ട് വേഷത്തിലും മട്ടിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്ന് ഞാനെന്തൊരു സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നാം നമ്മെ വഞ്ചിക്കുകയാണ്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. സ്തോത്രം. ഈ ന്യൂ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ആകേണ്ടത് നമ്മുടെ അയൽക്കാരനെ സ്നേഹിച്ചാണ്. പുതിയ ജനനമില്ലാത്ത ഒരാളിന് നടക്കത്തില്ല. പരിശുദ്ധാത്മാവില്ലാത്ത ഒരാളിന് നടക്കത്തില്ല. അനേക ഭവനങ്ങളിൽ ശ്രദ്ധിച്ച് കേട്ടോണേ, ഏതെങ്കിലും ഒരാളൊന്ന് രക്ഷിക്കപ്പെടും, മറ്റേ ആള് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പണ്ടത്തേലും കളിയാക്ക് കൂടി. നിങ്ങൾക്ക് എന്നാ അറിയാം? ഇന്നത്തെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അന്യഭാഷ ഉണ്ടോ? ഇയാൾ നോക്കിയിരിക്കുകയാണ് ഈ ചേഞ്ച്. പക്ഷെ ഭാര്യയുടെ ഇടപാടിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി പണ്ടത്തെ ആളായിരുന്നു ബെറ്റർ. ഒന്നുമല്ലേ, നിലത്ത് നിൽക്കുമല്ലോ. സ്തോത്രം. ഈ ന്യൂ ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ, ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ, 1 പത്രോസ് 3:1 മുതൽ 7 വരെയൊക്കെ അതാണ് ഭാര്യമാരോട് പറയുന്നത്. യു കുഡ് ഹാവ് വോൺ യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ പെരുമാറ്റച്ചട്ടം കൊണ്ട് തന്നെ അയാളെ നേടാമായിരുന്നു.
പക്ഷെ ഇത് ഏതെങ്കിലും ഒരു വാരി ഏറ്റെടുക്കും? പാർഷക്കറിയത്തില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരാളിനെ ചേഞ്ച് ചെയ്യാൻ നമുക്കൊക്കത്തില്ല. യു ക്യാൻ ചേഞ്ച്. ആൻഡ് വെൻ യു ചേഞ്ച്, യു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ദേ വിൽ ചേഞ്ച്. എന്നിട്ട് 8-ാം വാക്യത്തിൻ്റെ അവസാനം എന്താ? ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹിക്കുന്നവനാണെന്ന് മാത്രമല്ല, ഹി ഈസ് ലവ്. ദാറ്റ്സ് ഹിസ് നേച്ചർ. ബൈ ദ വേ, തെറ്റിദ്ധരിക്കല്ലേ, ഓൾ ലവ് ഈസ് നോട്ട് ഗോഡ്. ഗോഡ് ഈസ് ലവ്. എന്റെ കോളേജിൽ ചെന്നപ്പോ ഭയങ്കര സ്നേഹം, ദൈവം സ്നേഹം. അത് സ്നേഹം ദൈവത്തിൽ നിന്നല്ല. ദൈവം സ്നേഹമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നേച്ചറിലുള്ള സൂപ്പർ നാച്ചുറൽ സ്നേഹം റിഫ്ലക്റ്റഡ് ഓൺ ദ ക്രോസ്. അല്ല, ലോകത്തിൽ കാണുന്ന സ്നേഹമെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തുക. വചനം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം ഒന്ന് വായിക്കണം. ഈ പാസ്റ്റർ പറയുന്ന പോലെയൊക്കെ ആണോ ഈ വചനം? ബെരോവയിലെ ഉത്തമന്മാരെ പോലെ അത് ചെയ്യുക. കുടുംബ പ്രാർത്ഥനയിൽ ഡിസ്കസ് ചെയ്യണം. അയ്യോ, ഇങ്ങനാണെങ്കിൽ നമ്മൾ ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മൾ മറ്റുള്ള, പക്ഷെ നമ്മളെപ്പോഴും അയാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ആ സ്ത്രീക്ക് ഭാര വെച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ഇനിയും വേണ്ട, ഇനിയും വേണ്ട, ഇനിയും വേണ്ട. ഇന്ന് മാനസാന്തരപ്പെടണം. ഇന്ന് മാനസാന്തരപ്പെടണം. ശത്രുക്കളെ സ്നേഹിക്കണമെന്നല്ലേ വേദോസത്തിൽ കർത്താവ് പഠിപ്പിച്ചത്? ഇവിടെ പറയാ, നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. ഇവിടുത്തെ തീം, ലെറ്റ് us love one another. പ്രാർത്ഥിക്കാം.